മധുരക്കിഴങ്ങ് വെച്ച് ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? അപ്പോഴൊരു നമ്മുടെ ഇഡ്ഡലിക്കുട്ടകത്തിലോട്ട് മധുരക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു തക്കാളിയും കുറച്ച് വറ്റൽമുളകും പിന്നെ ഒരു 5-6 വെളുത്തുള്ളി എല്ലാം ചേർത്തിട്ട് ഒന്ന് അടച്ച് വെക്കണേ. അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്ത് എടുത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ മധുരക്കിഴങ്ങ് എല്ലാം ഒന്ന് വെന്തിട്ടുണ്ടാവും. മധുരക്കിഴങ്ങ് മാത്രം എടുത്ത് സെപ്പറേറ്റ് മാറ്റിയിട്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഈ വറ്റൽമുളകും പിന്നെ ആ വെളുത്തുള്ളി അല്ലിയും പിന്നെ തക്കാളീൻ്റെ തൊലി കളഞ്ഞിട്ട് ആ തക്കാളിയും ഈ മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് ഒന്ന് തണുത്ത് വരുമ്പോഴേക്കും ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം, നല്ല പേസ്റ്റ് പോലെ. ഇനി ആ മധുരക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ട് ഒരു പാനിലോട്ട് എണ്ണ ചൂടാക്കി കുറച്ച് ചെറിയ ജീരകവും കറിവേപ്പില ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ അരച്ച ആ മിക്സും ചേർത്ത് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുത്തിട്ട് ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും ചേർത്ത് ഒന്നും കൂടെ മിക്സാക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്തൊന്ന് മിക്സാക്കി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന മധുരക്കിഴങ്ങും ചേർത്ത് ഒന്നും കൂടെ മിക്സാക്കി ഒന്ന് അടച്ചു വെക്കണേ. ആ മസാലയൊക്കെ ആ മധുരക്കിഴങ്ങിലോട്ട് നല്ലപോലെ പിടിച്ചു വരുമ്പോഴേക്കും ഫൈനലി കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് ഒന്ന് മിക്സാക്കി ഒന്ന് കഴിച്ചു നോക്കിയേ. നല്ല അടിപൊളി ഒരു ഐറ്റം ആണല്ലോ ഇത്. നമുക്ക് ചോറിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കാം, ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ ഇതൊന്നും അല്ല ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാ, ട്രൈ അല്ലേ?